ശ്രീ ആർ വി ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ ആർ വി ബാബു, ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ തുടങ്ങി പിന്നെ തുടരെയുള്ള ക്രമക്കേടുകളും കള്ളത്തരങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെയെല്ലാം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ദേവസ്വം ബോർഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന മേഖലകളിലെല്ലാം ബോധപൂർവമായ വീഴ്ച വരുത്തി എന്നുള്ളത് തന്നെയല്ലേ? അവിടെ നിന്ന് തുടങ്ങുന്നില്ലേ കള്ളത്തരത്തിൻ്റെ ആദ്യ പങ്ക്? കാരണം എന്തിനാണ് പല രേഖകളിലും ഈ തരത്തിലുള്ള കൃത്രിമത്വം ചമച്ചത്? അതോടൊപ്പം തെളിവ് നശിപ്പിക്കാൻ തക്കവണ്ണം ഇപ്പോഴും ഈ എഴുത്തുരേഖകൾ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങളിലും ഉള്ളത് എന്നുള്ളതുമാണ്. അപ്പോൾ ഒരു ബോധപൂർവമായ ഇടപെടലും ക്രമക്കേടും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയല്ലേ ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായി പ്രവർത്തിച്ച് വരുന്നത്? ഇപ്പോ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ അത് വർത്തമാന പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ അത് വന്നു കഴിഞ്ഞു. വളരെ രൂക്ഷമായ പ്രതികരണമാണ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേരള ഹൈക്കോടതി പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ കേരള ഹൈക്കോടതി പത്മനാഭനുണ്ണി എന്ന് പറയുന്ന ഒരു പെൻഷനർ, അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതി രൂക്ഷമായി പ്രതികരണം നടത്തിയത്. 2014-15 മുതലുള്ള കാലഘട്ടത്തിലെ ഓഡിറ്റ് ആ ഓഡിറ്റ് ക്രമീകരിച്ചിട്ടില്ല എന്നാണ്. 2014-15 കണക്കുകൾ ക്രമീകരിച്ചിട്ടില്ല. അപ്പോ 2014-15 കണക്കുകൾ ക്രമീകരിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഈ പത്മനാഭനുണ്ണി എന്ന് പറയുന്ന പെൻഷൻ കൊടുത്ത പരാതിയിൽ 27 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് അതിനകത്ത് കാണുന്നത്. 27 ലക്ഷം രൂപയുടെ ക്രമക്കേട്. ആ ക്രമക്കേടില് കോടതി പരിശോധിക്കുമ്പോൾ അതിന് വൗച്ചർ ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള രജിസ്റ്റർ ഇല്ല, അതൊന്നുമില്ല. ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിൽ ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ എന്ന രൂക്ഷമായ വിമർശനമാണ് ദേവസ്വം ബോർഡിനെതിരായിട്ട് കേരള ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല നമുക്കിത് പറയാനുള്ളത്. കേരള ഹൈക്കോടതിയുടെ ഈ തുള്ളലൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ ഹൈക്കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, കേരള ഹൈക്കോടതിയാണ് ദേവസ്വം ബോർഡിനെ ഇത്രയും വഷളാക്കിയത് എന്ന് പറയാതിരിക്കാൻ എനിക്ക് യാതൊരു മടിയില്ല കേട്ടോ. കാരണം ഇപ്പോ സ്വർണ്ണപ്പാളി വിഷയത്തിലൊക്കെ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് നമ്മളിതൊക്കെ അറിഞ്ഞത് എന്നുള്ളത് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ മുൻപിൽ ഈ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ച് ഇത്തരം കേസുകൾ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാനിത് പറയുന്നത് തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടാണ്, ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ടാണ്. ഞാനടക്കമുള്ള നിരവധി ആളുകൾ ദേവസ്വം ബോർഡുകളുടെ ഈ കെടുകാര്യസ്ഥതയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് ഒട്ടനവധി തവണ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഹൈക്കോടതിയുടെ സമീപനം പലപ്പോഴും ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പൊ തന്നെ കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണ് ഈ പറയുന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ ഓഡിറ്റ് നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് ഇല്ലെങ്കിൽ കേരള ഹൈക്കോടതി കൂടി ഉത്തരവാദിത്വമില്ലേ? എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത്? ഇവിടെ ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമല്ല. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന കാര്യമുണ്ട്. അങ്ങേയറ്റം അഴിമതിയും ക്രമക്കേടുകളും നിറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് 2014-15 ഓഡിറ്റ് റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. 2014-15 ഓഡിറ്റ് റിപ്പോർട്ട് ഇറങ്ങുന്നത് 2018-16 ഓഡിറ്റ് റിപ്പോർട്ട്. 2014-15 അല്ല, 2015-16 ഓഡിറ്റ് റിപ്പോർട്ട് ഇറങ്ങുന്നത് 2018. അത് തന്നെ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് 2018 ഓഡിറ്റ് റിപ്പോർട്ട് ഇറങ്ങുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ ഭക്തജനങ്ങള് പിന്നെ ആരെങ്കിലും ആ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന് കൊണ്ടുപോയി പൈസ ഇടുന്നുണ്ട് അല്ലെങ്കിൽ വഴിപാട് നടത്തുന്നുണ്ടെങ്കിൽ അത് ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡിലുള്ള വിശ്വാസം കൊണ്ടല്ല, മറിച്ച് ക്ഷേത്രത്തിൽ അവരുടെ മൂർത്തിയെ വിശ്വസിച്ചുകൊണ്ട് അവരങ്ങനെ സമർപ്പിക്കുകയാണ്. അവർ സമർപ്പിച്ചു, പിന്നെ ആരെങ്കിലും കൊണ്ടുപോയി തിന്നട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഭക്തജനങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ട്. അങ്ങേയറ്റം ക്രമക്കേടുകളാണ്. അന്നദാന ഫണ്ട് വിനിയോഗിക്കുന്നതിലെ ക്രമക്കേട് മാത്രമല്ല, ദേവസ്വം ആസ്തി രേഖപ്പെടുത്തിയിരിക്കുന്നതിലെ ക്രമക്കേട്. ഞാനൊരു ഉദാഹരണം പറയാം. 2015-16 ദേവസ്വം ആസ്തി ലാൻഡ്, ആ ലാൻഡിന്റെ വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് ഓഡിറ്റില് ഇവര് കണക്കാക്കിയിരിക്കുന്നത് 1250 ക്ഷേത്രങ്ങളുടെ ലാൻഡ് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് 2.14 കോടി രൂപയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1250 ക്ഷേത്രങ്ങൾ മാത്രമല്ല, നിരവധി എയ്ഡഡ് സ്കൂളുകൾ, കോളേജുകൾ, മറ്റു സ്ഥാപനങ്ങൾ, കലാപീഠങ്ങൾ അടക്കമുള്ള ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളുടെ ലാൻഡ് വാല്യൂ കണക്കാക്കുന്നത് കേവലം 2.14 crore rupees-നാണ്.
ഇതൊക്കെ എന്താ ഹൈക്കോടതി കണ്ടെത്തതാണോ? ഇതിനോടൊക്കെ കണ്ണടക്കുകയാണ്. ഇത്തരം അഴിമതികൾ, ഇത്തരം കൊള്ളരുതായ്മകളൊക്കെ ഈ കേരള ഹൈക്കോടതി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കീഴിൽ വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിച്ച ആ ക്ഷേത്ര സ്വത്തുക്കൾ ഇങ്ങനെ അന്യാധീനപ്പെടുത്തുന്നത് കണ്ടിട്ട് ഭക്തജനങ്ങൾ നിരവധി തവണ കോടതിയെ സമീപിക്കുന്ന സമയത്തൊക്കെ ആശ്വാസകരമായ നിലപാടുകളല്ല കോടതിയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് രൂക്ഷമായ ഭാഷയിൽ കോടതിയെ വിമർശിക്കേണ്ടി വരികയാണ്, വളരെ വേദനയോടെ. കാരണം നിരവധി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ഇപ്പൊ കേരള ഹൈക്കോടതി രാജ്യത്തെ അനുഭവമാണോ? ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ അന്റെ പരാജയപ്പെട്ട സംവിധാനമാണ് എന്നുള്ളത് നമ്മൾ അറിയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ എത്രയോ തവണയായിട്ട് അത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പാണ് കേരള ഹൈക്കോടതി നിലയ്ക്കലിലുള്ള അയ്യപ്പ ഫ്യൂൽസ് എന്ന പെട്രോൾ പമ്പിൽ 40 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതിനെ സംബന്ധിച്ച് പുറത്തു കൊണ്ടുവന്നത്. അതും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ആ പരാതി എത്തിയ സമയത്ത് 40 ലക്ഷം രൂപയുടെ അഴിമതി കണ്ടെത്തി. അവിടെയും 2024 സെപ്റ്റംബർ വരെയുള്ള രജിസ്റ്ററേ ഉള്ളൂ. 2024 ശേഷം അടിച്ച പെട്രോളിന് കണക്കില്ല. സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അടിച്ച പെട്രോളിന്റെ വൗച്ചറോ അല്ലെങ്കിൽ അതിന്റെ രജിസ്റ്ററോ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. 40 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നാണ് അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത്. ഡിജിറ്റൈസ് ചെയ്യണം, ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ മുഴുവൻ ഡിജിറ്റൈസ് ചെയ്യണം. ഇപ്പൊ വീണ്ടും കേരള ഹൈക്കോടതി പറഞ്ഞു ഡിജിറ്റൈസ് ചെയ്യണം. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രം അവസ്ഥയാണോ? ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ എന്താ? 27 ലക്ഷം രൂപയാണ് 2019, 20, 20, 21, 22 കാലയളവിൽ 27 ലക്ഷം രൂപയുടെ ഷോർട്ട് ഫാൾ. അവിടുത്തെ ബാങ്ക് അടച്ച പണം കാണുന്നില്ല. ഇത് കേരള ഹൈക്കോടതിയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങേറ്റം അടിമുടി അഴിമതിയാണ് ഈ ദേവസ്വം ബോർഡുകളുടെ മുഴുവൻ. അവിടെ ഗോൾഡ് ചെയിൻ വിൽപ്പന നടത്തുന്നതില്, ഗോൾഡ് ലോക്കറ്റ് വിൽപ്പന നടത്തുന്നതില്, അതിന്റെ പണം ബാങ്കിൽ പോകുന്ന കാര്യത്തില് ഒക്കെ അടിമുടി അഴിമതിയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നോമിനികളെ കുത്തി നിറച്ച് ലാവണങ്ങളാക്കി ഈ ദേവസ്വം ബോർഡുകൾ മുഴുവൻ കട്ടുമുടിക്കുമ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മുഴുവൻ, ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ കണ്ണടച്ചവരാണ്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് വേദനയോടെ ഭക്തന്മാര് നിൽക്കുമ്പോൾ ആ ഭക്തജന സംഘടനകളെ മുഴുവൻ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കി. എന്തിനു വേണ്ടിയാ? ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ നിർബാധം കൊള്ള നടത്താൻ വേണ്ടി ഈ ഭക്തജന സംഘടനകളെ പുറത്താക്കി. ദേവസ്വം ശബരിമലയിൽ അന്നദാനം നടത്തിക്കൊണ്ടിരുന്ന ആരാ? ശബരിമലയിൽ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളെ, സംഘടനകളൊക്കെ പുറത്താക്കി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിലേക്ക് എത്താം. എന്തുകൊണ്ടാണ് അതിലേക്കൊക്കെ ദേവസ്വം ബോർഡ് എത്തിയത് എന്നുള്ളത് ചർച്ചാ വിഷയം തന്നെയാണ്. ശ്രീ ആർ വി ബാബു.